ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററായ നെഗറ്റീവ് നമ്പേഴ്സ് അഥവാ ന്യൂനസംഖ്യകൾ എന്നതിലെ ആദ്യത്തെ ഭാഗമാണ്. അപ്പോൾ ആദ്യം നെഗറ്റീവ് നമ്പേഴ്സ് പറയുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ നമ്പേഴ്സ് പഠിച്ചു നമുക്കറിയാം എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഇപ്പോൾ കൗണ്ടിങ് നമ്പേഴ്സ് അഥവാ നാച്ചുറൽ നമ്പേഴ്സ് എന്താണ്? എണ്ണൽ സംഖ്യകൾ അല്ലേ? എണ്ണൽ സംഖ്യകൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മൾ എണ്ണാൻ തുടങ്ങുന്ന 1-ൽ നിന്ന് 1, 2, 3, 4 എക്സെട്ര. ഇങ്ങനെയാണല്ലോ എണ്ണൽ സംഖ്യകൾ അഥവാ നാച്ചുറൽ നമ്പേഴ്സ്. ഇനി നമുക്കറിയാവുന്ന എന്താണ്? ഫ്രാക്ഷൻസ് അഥവാ ഭിന്നസംഖ്യകൾ അല്ലേ? അതിന് കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞേ. 1/2, 3/4, 7/15 ഇതൊക്കെ ഭിന്നസംഖ്യകളാണ്. പിന്നെ ഡെസിമൽസ് അറിയാമല്ലോ നമുക്ക്. ദശാംശങ്ങൾ, ദശാംശ സംഖ്യകൾ. ഓക്കെ, കുറച്ച് ഉദാഹരണം പറഞ്ഞേ. 0.3, 1.25, 6.725, 12.9 ഇങ്ങനെ കുറെ എക്സാമ്പിൾസ് നമുക്ക് എടുക്കാം. ഇനി നെഗറ്റീവ് നമ്പേഴ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം നാച്ചുറൽ നമ്പേഴ്സിനെ ഒരു നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാമെന്ന് നമുക്കറിയാം. നാച്ചുറൽ നമ്പേഴ്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്പർ ലൈനിൽ അഥവാ സംഖ്യാരേഖയിൽ നമ്മൾ രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. ഇനി നമുക്കറിയാം ഇവിടെ വലത്തോട്ട് പോകുന്തോറുമാണ് സംഖ്യകളുടെ വില കൂടിക്കൂടി വരുന്നത്, നമ്പേഴ്സ് വലുതായി വലുതായി വരുന്നത് അല്ലെ? അപ്പൊ ഇനി 1ാമത്തെ സംഖ്യയിൽ നിന്ന് 2ാമത്തെ സംഖ്യ എത്തുന്നത് എങ്ങനെയാണ്? 1ന്റെ കൂടെ 1 കൂട്ടുമ്പോഴാണ് 2 വരുന്നത്. 1ന്റെ കൂടെ 2 കൂട്ടുമ്പോൾ 3 വരും. 1ന്റെ കൂടെ 3 കൂട്ടുമ്പോൾ 4 വരും അല്ലെ? ഇനി അതായത് പുറകോട്ട് പോകുന്തോറും ലെഫ്റ്റിലേക്ക് വരുന്തോറും കുറഞ്ഞു കുറഞ്ഞല്ലേ വരുന്നത്. പിന്നെ നമുക്കറിയാം 1ന്റെ ഇപ്പുറത്താണ് 0. അപ്പൊ നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇനി നെഗറ്റീവ് നമ്പേഴ്സ് എന്താണ്? നമ്മൾ 8ൽ പഠിച്ചതാണ്. നെഗറ്റീവ് നമ്പേഴ്സ് അഥവാ ന്യൂനസംഖ്യകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയൊക്കെയാണ് അതൊക്കെ യൂസ് ചെയ്യുന്നത്? നമ്മൾ തണുപ്പുള്ള രാജ്യങ്ങളിൽ ടെമ്പറേച്ചർ അഥവാ താപനില പറയാനായിട്ട് -2°C എന്നൊക്കെ പറയും അല്ലെ? അതായത് 0ൽ നിന്ന് ഇടത്തേക്കാണ് നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെ വിലകള് കണ്ട, -1, -2 ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ 8ൽ പഠിച്ചതാണ്. -4 എക്സെട്ര. നാച്ചുറൽ നമ്പേഴ്സിലേക്ക് പോകുമ്പം 0യുടെ കൂടെ 1 കൂട്ടുമ്പോഴാണ് നാച്ചുറൽ നമ്പർ ആയ 1 കിട്ടുന്നത്. 0ൽ നിന്ന് 1 കുറയ്ക്കുമ്പോഴാണ് നെഗറ്റീവ് നമ്പേഴ്സ് നമുക്ക് കിട്ടുന്നത് അല്ലെ? 0ൽ നിന്ന് 4 കുറയ്ക്കുമ്പം -4 ആയി. 0ൽ നിന്ന് 3 കുറയ്ക്കുമ്പം -3 ആയി ആണല്ലോ. ഇപ്പൊ നെഗറ്റീവ് നമ്പേഴ്സ് ഏതൊക്കെയാ വരുന്നത്? -1, -2, -3 എക്സെട്ര. ഈ നമ്പേഴ്സ് എല്ലാം അതായത് പോസിറ്റീവ് നമ്പേഴ്സ് ആണ് ഈ 1, 2, 3, 4 അഥവാ നാച്ചുറൽ നമ്പേഴ്സ്. അപ്പൊ ഇത്രയും 1 മുതൽ മുമ്പോട്ടുള്ളതെല്ലാം എന്താണ്? പോസിറ്റീവ് നമ്പേഴ്സ്. അഥവാ അതിസംഖ്യകൾ. ഇങ്ങോട്ടുള്ളതോ ആണ് നെഗറ്റീവ് നമ്പേഴ്സ് അഥവാ ന്യൂനസംഖ്യകൾ. അപ്പൊ ഇതിനെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാവല്ലോ. അപ്പൊ ഈ സംഖ്യകളെ എല്ലാം അതായത് പോസിറ്റീവ് നമ്പേഴ്സും നെഗറ്റീവ് നമ്പേഴ്സും 0യെ എല്ലാം നമുക്ക് സംഖ്യാരേഖയിൽ അഥവാ നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ ഈ നെഗറ്റീവ് നമ്പേഴ്സിന്റെ അഡിഷൻ സബ്ട്രാക്ഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതും കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. എങ്ങനെയാണ് നെഗറ്റീവും പോസിറ്റീവും കൂടെ മിക്സ് ചെയ്ത് വരുവോ നെഗറ്റീവ് തന്നെ വരുവോ ഒക്കെ ചെയ്യുമ്പോൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത്. ആ റൂളുകളൊന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇവിടെ ഞാൻ 1ാമത്തെ ചോദ്യമായിട്ട് 3 + 2 നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 3ഉം 2ഉം കൂടെ കൂട്ടുമ്പോൾ 5 കിട്ടും. ആ 5 എങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ള നമ്പർ ലൈൻ വെച്ചിട്ടോ അല്ലാതെയും പറഞ്ഞുതരാം. ഇങ്ങനെയാണല്ലോ നമ്പർ ലൈൻ പോകുന്നത്. ആദ്യത്തെ നമ്പർ 3 ആണ്. അപ്പൊ 3 എന്ന് തുടങ്ങുക. എത്ര സ്റ്റെപ്പ് മുമ്പോട്ട് പോകണം? 2 സ്റ്റെപ്പ്. 3യുടെ കൂടെ 2 ആണ് ആഡ് ചെയ്യുന്നത്. അപ്പം 2 പോസിറ്റീവ് നമ്പേഴ്സ് ആണ് അല്ലെ? അപ്പൊ അത് വലത്തേക്ക് പോകണം. ശ്രദ്ധിച്ചോണേ, പോസിറ്റീവ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ വലത്തേക്കാണ് പോകേണ്ടത്. ആദ്യത്തെ നമ്പറിൽ നിന്ന് 2ാമത്തെ നമ്പറിലേക്ക്. അപ്പൊ ഉത്തരം എത്ര കിട്ടി? 5 കിട്ടി.
അപ്പോൾ ഇവിടെ ഞാൻ റൂള് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കാം. ഇനി ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ എടുക്കുകയാണ്. -3 - 2. അപ്പോൾ ഇവിടെയും നമ്പർ ലൈൻ വെച്ചിട്ട് തന്നെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒന്നാമത്തെ നമ്പർ -3 ആണ്. ഞാൻ സർക്കിൾ ചെയ്ത് കാണിക്കാം. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഓർത്ത് മനസ്സിലാക്കുക. ഒന്നാമത്തെ നമ്പർ -3 ആണ്. അപ്പം -3യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. എങ്ങോട്ട്? -2. -3 - 2, അതായത് 2 സ്റ്റെപ്പ് പുറകോട്ടാണ് പോകേണ്ടത്. ഇവിടെ +2 ആയതുകൊണ്ട് വലത്തോട്ടും -2 ആയതുകൊണ്ട് ഇടത്തോട്ടും പോകണം. അപ്പം -3യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 2 സ്റ്റെപ്പ് പുറകോട്ട് പോകുമ്പോൾ ആൻസർ എന്തായി? -5 ആയി. ഇത് രണ്ടിനും സെയിം റൂളാണ്. അതായത് ഇപ്പം നമുക്ക് വലിയ നമ്പേഴ്സ് ഏതെങ്കിലും വരികയാണെന്ന് വിചാരിക്കാം. അതായത് 65 + 32 അല്ലെങ്കിൽ -29 - 156. ഇത് രണ്ടും പോസിറ്റീവ്, ഇത് രണ്ടും നെഗറ്റീവ്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് നമ്പർ ലൈൻ വരച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ഒരു റൂള് പഠിക്കും. ഇപ്പൊ ഇവിടെ നോക്കിക്കോ, ഒന്നാമത്തെ നമ്പർ പ്ലസ് ആണ് അല്ലെ. 3ക്ക് തൊട്ട് മുമ്പിൽ സൈൻ ഒന്നുമില്ല. പോസിറ്റീവ് നമ്പേഴ്സിന് പ്ലസ് ഇട്ടോ ഇടാതെയോ എഴുതാം. അപ്പോൾ പോസിറ്റീവ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമ്പർ ലൈനിൽ എങ്ങോട്ടാണ് കിടക്കുന്നത്? 0യുടെ വലതുവശത്താണ് പോസിറ്റീവ് നമ്പേഴ്സ്. മനസ്സിലായല്ലോ? 0യുടെ ഇടതുവശത്താണ് നെഗറ്റീവ് നമ്പേഴ്സ്. അപ്പൊ ഞാൻ ആരോ മാർക്ക് ഇടുന്ന പ്രത്യേകം ശ്രദ്ധിക്കുക. പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ വലത്തോട്ട് ആരോ മാർക്ക് ഇടും, ചെറിയ ആരോ മാർക്ക്, വെറുതെ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി. രണ്ടാമത്തെ നമ്പറും +2 ആണല്ലോ. 2ന്റെ തൊട്ട് മുമ്പിൽ കിടക്കുന്നതാണ് സൈൻ. അപ്പൊ അതും പ്ലസ് അല്ലേ. അപ്പൊ രണ്ടാമത്തെ നമ്പറും പ്ലസ് ആണ്. അപ്പൊ ആദ്യത്തെ നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാൻ ആദ്യത്തെ ആരോ അത് 3 ആണ്. രണ്ടാമത്തെ നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാൻ രണ്ടാമത്തെ ആരോ 2. രണ്ടും ഒരേ വശത്തേക്ക് കിടക്കുമ്പോൾ കൂട്ടുകൂടി വലതുവശത്തേക്ക് പോകും. കൂട്ടുകൂടണം, അതായത് ആഡ് ചെയ്യണം. മനസ്സിലായോ? കൂട്ടുകൂടി വലതുവശത്തേക്ക് പോകും. വലതുവശത്തേക്ക് എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ അതിന്റെ സൈൻ റൈറ്റ് സൈഡ്, 0യുടെ റൈറ്റ് സൈഡ് എന്ന് പറയുന്ന ആൻസർ എപ്പോഴും പോസിറ്റീവ് ആണ്. ക്ലിയർ ആയോ? ഇനി രണ്ടാമത്തെ എക്സാമ്പിള്, ആദ്യത്തെ നമ്പർ നെഗറ്റീവ് ആയതുകൊണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ആരോ മാർക്ക് ഇട്ടു. ആദ്യത്തെ നമ്പർ എന്താ? -3 അല്ലെ. രണ്ടാമത്തെ നമ്പറും നെഗറ്റീവാണ്. ഈ 2ന്റെ തൊട്ട് മുമ്പിലുള്ളത് അതിന്റെ സൈൻ ആണ്. അപ്പൊ അതും നെഗറ്റീവാണ്, അതും ലെഫ്റ്റ് സൈഡിലേക്ക്. അപ്പൊ -2. രണ്ടുപേരും കൂട്ടുകൂടി ലെഫ്റ്റ് സൈഡിലേക്കാണ് പോകുന്നത്. അപ്പൊ കൂട്ടുകൂടി എന്ന് പറയുമ്പോൾ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 3ഉം 2ഉം കൂടെ കൂട്ടുമ്പം 5 കിട്ടി. ലെഫ്റ്റ് സൈഡിലേക്കാണ് കൂട്ടുകൂടി പോകുന്നത്. അതുകൊണ്ട് ആൻസറിനും നെഗറ്റീവ് സൈൻ. ലെഫ്റ്റ് സൈഡ്, 0യുടെ ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാം നെഗറ്റീവാണ്. അപ്പൊ ഒരു റൂള് പഠിച്ചോ? അപ്പൊ ആദ്യത്തെ റൂളാണ് ഇത്. ഇത് ഒന്നാമത്തെ റൂള്. അപ്പോൾ ഒന്നാമത്തെ റൂൾ എന്ത് പറയാം? സെയിം സൈൻ ആണെങ്കിൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് എന്ത് കൊടുക്കണം? സെയിം സൈൻ കൊടുക്കണം. ഒരേ ചിഹ്നം വന്നാൽ എന്ത് ചെയ്യണം? കൂട്ടണം. എന്നിട്ട് അതേ ചിഹ്നം കൊടുക്കണം. ഒന്നാമത്തെ റൂള് പഠിച്ചല്ലോ. ഇനി രണ്ടാമത്തെ റൂള് നോക്കാം. ഒന്നാമത്തെ ചോദ്യം 3 - 2 ആണ്. അപ്പൊ ആദ്യത്തെ നമ്പർ 3 ആണ്. 3 സ്റ്റാർട്ട് ചെയ്യണം. -2 എന്ന് പറയുമ്പോൾ വലത്തോട്ടാണോ ഇടത്തോട്ടാണോ പോകേണ്ടത്? ഇടത്തോട്ട്, ലെഫ്റ്റ് സൈഡിലേക്ക്. എത്ര സ്റ്റെപ്പ്? 2 സ്റ്റെപ്പ്. 1 2 2 സ്റ്റെപ്പ് പോയപ്പോൾ ആൻസർ എത്ര കിട്ടി? 1. 3 - 2 ഡയറക്റ്റ് നമുക്ക് ചെയ്യാൻ അറിയാം, ഒന്നാന്നറിയാം. 3ൽ നിന്ന് 2 പോകുമ്പോൾ ഒന്നാന്ന് നമുക്കറിയാം. ഇനി വേറൊരു ചോദ്യം ഞാൻ തരാം. -5 + 2. ആദ്യത്തെ നമ്പർ -5. രണ്ടാമത്തെ നമ്പർ +2 ആണ്. പ്ലസ് എന്ന് പറയുമ്പോൾ വലത്തോട്ടല്ലേ പോകേണ്ടത്? 2 സ്റ്റെപ്പ് അല്ലേ വലത്തോട്ട് പോകേണ്ടത്? 1 2. ആൻസർ എന്ത് കിട്ടി? -3. ഇനി വേറൊരു ചോദ്യം തരാം. -2 + 4. ആദ്യത്തെ നമ്പർ -2 ആണല്ലോ. -2 സ്റ്റാർട്ട് ചെയ്യുക. +4 ആണ്. അപ്പോൾ വലത്തോട്ട് 4 സ്റ്റെപ്പ് പോകണം. 1 2 3 4. 4 സ്റ്റെപ്പ് പോയപ്പോൾ ആൻസർ എന്ത് കിട്ടി?
2 കിട്ടി. അപ്പൊ ഇതിന്റെ റൂൾ ഒന്ന് നമുക്ക് നോക്കാം. ഇവിടെ ആദ്യത്തെ നമ്പർ എന്താ? പോസിറ്റീവാ. പോസിറ്റീവ് എന്ന് പറയുമ്പോൾ റൈറ്റിലേക്ക് ആരോ 3. രണ്ടാമത്തെ നമ്പർ 2ന്റെ തൊട്ട് മുമ്പിൽ നെഗറ്റീവ് സൈൻ കിടപ്പുണ്ട്. അപ്പൊ അത് നെഗറ്റീവാണ്. -2നെ റെപ്രസെന്റ് ചെയ്യാൻ ലെഫ്റ്റ് സൈഡിലേക്ക് ആരോ. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കിക്കേ. ആദ്യത്തെ നമ്പർ -5 ആണ്, ഇടത്തോട്ട് ആരോ മാർക്ക് ഇടണം. രണ്ടാമത്തെ നമ്പർ +2 ആണ്, വലത്തോട്ട് ആരോ മാർക്ക് ഇടണം. മൂന്നാമത്തതോ -2 ഇടത്തോട്ടാണ്, +4 വലത്തോട്ടാണ്. ഈ 3 എക്സാമ്പിളിലും ഓപ്പോസിറ്റ് സൈഡിലേക്കല്ലേ ആരോ മാർക്ക് കിടക്കുന്നത്. ഇപ്പൊ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആരോ മാർക്ക് വരുമ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സബ്ട്രാക്ട് ചെയ്യേണ്ടത്. അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ആണ്. ഫൈറ്റ് ആകുമ്പോൾ എനർജി കുറഞ്ഞു പോകും. എനർജി കുറയുമ്പോൾ കുറയാന്ന് പറഞ്ഞാൽ കുറയ്ക്കുക, സബ്ട്രാക്ട് ചെയ്യുക. ഇപ്പൊ നമ്പേഴ്സ് മാത്രം എടുത്ത് സബ്ട്രാക്ട് ചെയ്യുക. നമുക്കറിയാവുന്ന വലുതിന് ചെറുത് കുറയ്ക്കാനേ അറിയാവുള്ളൂ. ഇപ്പൊ 3ന്ന് 2 പോയപ്പോ 1 കിട്ടി. എന്നിട്ട് വലിയ നമ്പറിന്റെ സൈൻ ഇല്ലാതെ നമ്പർ നോക്കണം. നമ്പർ മാത്രം നോക്കുക. 3ന്റെ സൈൻ പോസിറ്റീവ് ആയതുകൊണ്ട് ആൻസർ പോസിറ്റീവ്. ഇവിടെ 5ന്ന് 2 പോകുമ്പോ നമ്പർ മാത്രം നോക്കി സബ്ട്രാക്ട് ചെയ്യുക. 5ന്ന് 2 പോകുമ്പോ 3. വലിയ നമ്പർ 5 ആയതുകൊണ്ട് 5ന്റെ സൈൻ -3. -3 അല്ലേ ആൻസർ. ഇനി ഇവിടെ വലുതിന് ചെറുത് കുറയ്ക്കുമ്പോൾ 4ന്ന് 2 പോകുമ്പോ 2. വലിയ നമ്പറായ 4ന്റെ സൈൻ പോസിറ്റീവ് ആയതുകൊണ്ട് ആൻസർ പോസിറ്റീവ്. കണ്ടോ, 2 കിട്ടിയില്ലേ. അപ്പൊ നമ്മളെ റൂൾ എന്താണ്? സബ്ട്രാക്ട് ആണ് ചെയ്യുന്നത്. എപ്പോ രണ്ടും ഓപ്പോസിറ്റ് സൈഡിലേക്കാണെങ്കിൽ അവര് തമ്മിൽ ഫൈറ്റ് ആണ്, എനർജി കുറയാണ് ചെയ്യുന്നത്. അപ്പൊ കുറയ്ക്കണം. എന്നിട്ട് വലുതിന്റെ സൈൻ ഇടണം. മനസ്സിലായോ? അപ്പൊ രണ്ടാമത്തെ റൂൾ എന്താണ്? ഓപ്പോസിറ്റ് സൈൻ വന്നാൽ എന്ത് ചെയ്യണം? വിപരീത ചിഹ്നം. അപ്പോൾ സബ്ട്രാക്ട് ചെയ്യുക, കുറയ്ക്കുക, എന്നിട്ട് വലുതിന്റെ ചിഹ്നം ഇടണം. പുട്ട് ദ സൈൻ ഓഫ് ദി ബിഗർ നമ്പർ. അപ്പൊ വലുതിന്റെ ചിഹ്നം ഇടുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. ഇത് നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പൊ 8ാം ക്ലാസ്സിലെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പൊ നിങ്ങൾക്ക് അത് കണ്ടിട്ട് ഇത് കാണുകയാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ പ്രോബ്ലംസ് അവിടെ നമ്മൾ സോൾവ് ചെയ്യുന്നുണ്ട്. ഇനി ഈ റൂള് ഇപ്പൊ 2 റൂളേ ഉള്ളൂ. ഈ റൂള് നമ്മൾ ഫ്രാക്ഷൻസിലാണെങ്കിലും, അതായത് ഭിന്നസംഖ്യ റാഷണൽ നമ്പേഴ്സിലാണെങ്കിലും ഡെസിമൽസിലാണെങ്കിലും എല്ലാം ഈ റൂള് തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ മാത്രമല്ല ഇത് ആവശ്യം, +1നും +2നും ഒക്കെ ആവശ്യമുള്ളതാണ്. അപ്പൊ നല്ല രീതിയിൽ പഠിക്കണം. റൂളുകൾ കറക്റ്റായിട്ട് പഠിക്കുക. അത് കൂടുതൽ അപ്ലൈ ചെയ്ത് പഠിച്ചാൽ മാത്രമേ ഉള്ളൂ, മറന്നു പോകാതിരിക്കത്തുള്ളൂ. ഇനി ഞാനിവിടെ നമ്പർ ലൈൻ വെച്ച് പറഞ്ഞല്ലോ അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം എടുക്കുന്ന നമ്പറിന്റെ സ്ഥാനത്തിന് ആദ്യ സ്ഥാനമെന്നും എന്തുമാത്രമാണ്, ആദ്യ സ്ഥാനം 3 അല്ലായിരുന്നു, ആദ്യ സ്ഥാനമെന്നും എന്തുമാത്രമാണ് നമ്മൾ മാറുന്നതെന്നുള്ളതിന് സ്ഥാനമാറ്റമെന്നും അവസാനം കിട്ടുന്ന നമ്പറിന്റെ സ്ഥാനത്തിന് അവസാന സ്ഥാനമെന്നും പറയും. ക്ലിയർ ആയോ? ആദ്യ സ്ഥാനം, എന്തുമാത്രം സ്ഥാനം മാറ്റം വന്നു, അവസാന സ്ഥാനം. ഇനീഷ്യൽ പൊസിഷൻ, ഡിസ്പ്ലേസ്മെന്റ്, ഫൈനൽ പൊസിഷൻ. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിൽ ഇനീഷ്യൽ പൊസിഷൻ അഥവാ ആദ്യ സ്ഥാനം ഏതാണ്? ഈ 3 ആണ്. ഡിസ്പ്ലേസ്മെന്റോ എത്ര മാറി എന്നുള്ളത് ഈ ആരോ മാർക്കിനെയാണ് റിപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ 2 ആരോ മാർക്കുണ്ട്, 2 സ്ഥാനം മാറി. ഫൈനൽ പൊസിഷനാണ് ഈ സർക്കിൾ ചെയ്തിരിക്കുന്ന അവസാന സ്ഥാനം. ക്ലിയർ ആയല്ലോ? ഇനി അത് വെച്ചിട്ടാണ് നമുക്ക്, അതായത് ഇനീഷ്യൽ പൊസിഷനും ഡിസ്പ്ലേസ്മെന്റും തന്നാൽ ഫൈനൽ പൊസിഷൻ കണ്ടുപിടിക്കണം. അല്ല ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തന്നാൽ ഡിസ്പ്ലേസ്മെന്റ് കാണണം. അങ്ങനെയുള്ള ചോദ്യങ്ങളും ഉണ്ട്. അപ്പൊ അത് നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് പേജ് നമ്പർ 126 ചോദ്യങ്ങൾ ചെയ്യാം. അപ്പം നമ്മൾ പഠിച്ച റൂള് വെച്ചിട്ട് തന്നെയാണ് ഇവിടെ ഒന്നാമത്തെ നമ്പറിനെയാണ് എക്സ് എന്ന് കൊടുത്തിരിക്കുന്നത്, രണ്ടാമത്തെ നമ്പറിനെ വൈ എന്ന് കൊടുത്തിരിക്കുന്നത്. എക്സ് പ്ലസ് വൈ ആണ് നമുക്ക് വേണ്ടത്. അതായത് 6ന്റെ കൂടെ ശ്രദ്ധിക്കുക, ഒന്നാമത്തെ നമ്പർ 6 - 10 അല്ലെ. അപ്പൊ എക്സിന് പകരം 6 ഇട്ടു, പ്ലസ് അതുപോലെ ഇട്ടു, -10. ഈ പ്ലസ് അവിടെ കിടക്കുന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല. കാരണം ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 6 - 10 എന്ന് എഴുതാം. പ്ലസ് ഇടേണ്ട ആവശ്യമേ ഇല്ല. അപ്പൊ പ്ലസ് ചോദ്യത്തിൽ വരുമ്പം അതിന്റെ അർത്ഥം 6 - 10 ആണ് എന്ന് മനസ്സിലാക്കുക.
അപ്പോൾ ഒന്നാമത്തെ നമ്പർ 6 ആണ്, അത് പോസിറ്റീവ് ആണ്, ആരോ മാർക്ക് ഇട്ടാണ് നമ്മൾ നോക്കുന്നത്. രണ്ടാമത്തെ നമ്പർ -10 കണ്ടോ, ഇവിടെ രണ്ടാമത്തെ നമ്പർ -10 കിടക്കുന്നുണ്ട്. ഇപ്പൊ ക്ലിയർ ആയോ? -10 ഓപ്പോസിറ്റിലല്ലേ, ഓപ്പോസിറ്റ് കിടക്കുമ്പോൾ സബ്ട്രാക്ട് ചെയ്യേണ്ട, വലുതീന്ന് ചെറുത് കുറയ്ക്കാം. 10ൽ നിന്ന് 6 കുറയ്ക്കുമ്പോൾ 4 കിട്ടി. വലിയ നമ്പർ 10 ആണ്, അതിന്റെ ചിഹ്നം നെഗറ്റീവാണ്. അപ്പൊ ആൻസർ -4. ക്ലിയർ ആയോ? ആൻസർ -4. ഇനി രണ്ടാമത്തെ നോക്കാം. -6 10. ഇനി ഈ സ്റ്റെപ്പ് എഴുതേണ്ട ആവശ്യമുണ്ടോ? ആരോമാർക്ക് മാത്രം ഇട്ടൊന്ന് ചെയ്ത് നോക്കിക്കേ. -6 എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് +10 റൈറ്റ് സൈഡിലേക്ക്. -6 ഒന്നാമത്തെ നമ്പർ, രണ്ടാമത്തെ നമ്പർ 10. ഓപ്പോസിറ്റ് സൈഡിലല്ല, ഓപ്പോസിറ്റ് ആകുമ്പോൾ ഫൈറ്റ് എന്ന് ഞാൻ പറഞ്ഞു, ഭയങ്കര വഴക്കാകുമ്പോൾ എനർജി കുറയും. അപ്പോൾ 10ൽ നിന്ന് 6 പോകുമ്പോൾ കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. 10ൽ നിന്ന് 6 പോകുമ്പോൾ 4. വലിയ നമ്പറിന്റെ സൈൻ 10 വലുത്, അതിന്റെ സൈൻ പ്ലസ് ആയതുകൊണ്ട് ആൻസർ 4. അടുത്തത് രണ്ടും നെഗറ്റീവാണ് അല്ലെ. ആദ്യത്തെ നമ്പർ നെഗറ്റീവ് ലെഫ്റ്റ് സൈഡ്, രണ്ടാമത്തെ നമ്പർ നെഗറ്റീവ് ലെഫ്റ്റ് സൈഡ്. കൂട്ടുകൂടി ആഡ് ചെയ്യുക. ഇപ്പം -6 -10 ആണ് നമ്പേഴ്സ്. ആഡ് ചെയ്യുമ്പോൾ 10 6 16. എന്നിട്ട് സെയിം സൈൻ കൊടുക്കുക, -16. ക്ലിയർ ആയെന്ന് തോന്നുന്നു. അടുത്ത ചോദ്യം നോക്കിക്കേ. ഒന്ന് നെഗറ്റീവ് ലെഫ്റ്റ് സൈഡിലേക്ക് -6 റെപ്രസെന്റ് ചെയ്യാൻ, അടുത്ത റൈറ്റ് സൈഡിലേക്ക് +6 റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ സബ്ട്രാക്ട് ഇല്ല ചെയ്യേണ്ടത്. 6ൽ നിന്ന് 6 പോകുമ്പോൾ 0 ആണ്. 0ത്തിന് സൈൻ ഉണ്ടോ? ഇല്ല. 0 നെഗറ്റീവും അല്ല പോസിറ്റീവും അല്ല. ഇപ്പൊ 0 എന്ന് ആൻസർ കിട്ടി. ഇവിടെയും അതേപോലെ തന്നെ 6ഉം -6ഉം -6ഉം ആണ്. ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ്. സബ്ട്രാക്ട് ചെയ്യണം. 6 ന് 6 പോകുമ്പോൾ 0. ക്ലിയർ ആയില്ലേ? ഇനി രണ്ടാമത്തെ ചോദ്യം ചെയ്യാം. ഇവിടെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ഫൈൻഡ് 2 pairs of numbers x and y satisfying each of the following conditions. ഒന്നാമത്തെ x പോസിറ്റീവ് y നെഗറ്റീവ് വിത്ത് x + y 1 ആവണം. അതായത് ഓരോ കണക്കിലും പറഞ്ഞിരിക്കുന്ന തരത്തിലുള്ള 2 ജോഡി എക്സും വൈയും ആണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യത്തെ x അതിസംഖ്യയും y ന്യൂനസംഖ്യയും ആയിരിക്കണം. x + y 1 ആകുകയും വേണം. x എടുക്കേണ്ടത് പോസിറ്റീവ് സംഖ്യ ആയിരിക്കണം. പോസിറ്റീവ് സംഖ്യ എന്ന് പറയുമ്പോൾ അതിസംഖ്യയാണ്. y എടുക്കേണ്ടത് നെഗറ്റീവ് സംഖ്യയാണ്, ന്യൂനസംഖ്യയാണ്. എക്സും വൈയും കൂടെ കൂട്ടുമ്പോൾ 1 കിട്ടുകയും വേണം. അപ്പോൾ ഈ ആൻസർ നോക്കുക. ആൻസർ പോസിറ്റീവാണ്. അപ്പോൾ എക്സ് എങ്ങനെയാവണം? എക്സ് ആയിരിക്കണം വൈയേക്കാളും വലുത്. കാരണം എക്സ് അല്ലേ പോസിറ്റീവ്. ആൻസർ പോസിറ്റീവ് ആണെങ്കിൽ വലിയ സംഖ്യ പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ എക്സ് ആണല്ലോ പോസിറ്റീവ് ചോദ്യത്തിൽ കിടക്കുന്നത്. അപ്പോൾ എക്സ് വലുതായിരിക്കണം. അപ്പോൾ 5 എടുത്തു. ഇനി വൈ നെഗറ്റീവേ എടുക്കാവുള്ളൂ. വൈ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ -4 എടുത്താലല്ലേ ഉള്ളൂ 1 ഉത്തരം വരത്തുള്ളൂ. 5 4 പോയാലല്ലേ ഉള്ളൂ 1 ഉത്തരം വരത്തുള്ളൂ. അപ്പൊ എക്സിന്റെ വില എത്രയാണ്? എക്സ് 5ഉം വൈ -4ഉം. കണ്ടോ, -4ആണ്. ഇവിടുത്തെ പ്ലസ് ഞാൻ ഇട്ടില്ല, അത് ഇടേണ്ട ആവശ്യമില്ല. വൈ നെഗറ്റീവാണ് വേണ്ടത്. കണ്ടോ, ഇനി നമുക്ക് ഇതുപോലെ ചെറിയ നമ്പേഴ്സ് എടുത്താൽ മതി. 3ൽ നിന്ന് 2 പോയാൽ 1 അല്ലേ. ഇപ്പൊ എക്സ് അല്ലേ ആദ്യത്തെ സംഖ്യ. എക്സ് പോസിറ്റീവ് ആയല്ലോ. അപ്പൊ എക്സ് 3 വൈ -2. ക്ലിയർ ആയല്ലോ? ഇനി അതിലെ രണ്ടാമത്തെ ചോദ്യം. എക്സ് നെഗറ്റീവ്, ഇത് ഒന്നാമത്തതായിരുന്നു. രണ്ടാമത്തത് എക്സ് നെഗറ്റീവ് ആയിരിക്കണം, എക്സ് ന്യൂനസംഖ്യ ആയിരിക്കണം, വൈ പോസിറ്റീവ് ആയിരിക്കണം, വൈ അതിസംഖ്യയും ആയിരിക്കണം. ഇവിടെയും എക്സ് + വൈ 1 വരികയും ചെയ്യണം. അപ്പോൾ ആൻസർ നോക്കുക, 1 ആണ്. ആ 1 പോസിറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ വരുന്ന നമ്പർ വലിയത് പോസിറ്റീവ് ആയിരിക്കണം. വലുത് ഏതാണ്? പോസിറ്റീവ് ഏതാണ്? വൈ. അപ്പോൾ വൈ ആയിരിക്കണം വലുത് അല്ലേ. അപ്പോൾ വൈക്ക് ഒരു 3 കൊടുത്താൽ പോസിറ്റീവ് ആണല്ലോ. ഈ ഇടയ്ക്ക് എഴുതുമ്പോൾ നമ്മൾ സൈൻ ഇടണം. ആ തുടക്കത്തിൽ വേണമെങ്കിൽ മാത്രം സൈൻ ഇട്ടാൽ മതി. ഇവിടെ കണ്ടോ, പോസിറ്റീവ് ആയതുകൊണ്ട് സൈൻ ഇടേണ്ട ആവശ്യമില്ല. പക്ഷെ എക്സ് ഇവിടെ എന്താ? നെഗറ്റീവ്. അപ്പം -2 + 3 അല്ലേ 1. ശരിയല്ലേ? ചെക്ക് ചെയ്യണോ? ചെക്ക് ചെയ്യുമ്പോൾ -2 എന്ന് പറയുന്നത് ലെഫ്റ്റിലേക്കും +3 എന്ന് പറഞ്ഞാൽ റൈറ്റിലേക്കും അല്ലേ, ഓപ്പോസിറ്റ് സൈഡിലേക്കാണ്. അപ്പോൾ എന്താ കുറയ്ക്കണം? 3ൽ നിന്ന് 2 പോകുമ്പോൾ 1. വലിയ 3 ആയതുകൊണ്ട് 3ന്റെ സൈൻ 1, പോസിറ്റീവ്. ക്ലിയർ ആയില്ലേ? അപ്പം വൈ ആയിരിക്കണം വലുത്. അപ്പോൾ ഇവിടെ 4 കൊടുത്താൽ
ഇവിടെ എന്ത് വരാവുള്ളൂ? -3. 1 കുറച്ചല്ലേ, 1 കുറവ്. 2 പെയർ ആയല്ലോ. അപ്പോൾ ഒന്നാമത്തെ പെയർ എന്താ? x = -2 y = 3. രണ്ടാമത്തെ പെയറോ x = -3 y = 4. നമുക്ക് ചെറിയ നമ്പേഴ്സ് എടുത്താൽ മതി, അത് സോൾവ് ചെയ്യാൻ എളുപ്പം. ഇനി മൂന്നാമത്തെ ചോദ്യം ഇതാണ്. എക്സ് പോസിറ്റീവും y നെഗറ്റീവ് ആയിരിക്കണം, x + y -1 ആയിരിക്കണം. x + y -1 ആൻസർ നെഗറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ ഏതാ നെഗറ്റീവ്? y. അതായിരിക്കണം വലുത്. അപ്പോൾ ഇവിടെ നമുക്ക് 3 + -4, ഈ പ്ലസിന്റെ ആവശ്യമില്ല. 3 - 4, 3 - 4 എത്രയാണ്? -1 ആണ്. കണ്ടോ, വലുത് നെഗറ്റീവ് ആയിരിക്കണം. ആൻസർ നെഗറ്റീവ് ആയതുകൊണ്ട് വലുത് നെഗറ്റീവ് ആയിരിക്കണം. ഇവിടെ 3 അല്ലല്ലോ വലുത്, 4 അല്ലേ വലുത്, y അല്ലേ വലുത്. y നെഗറ്റീവ് ഇട്ടാൽ മതി. ഇനി അല്ല 2 - 3 -1 ആണ്. ക്ലിയർ ആയോ? അപ്പൊ ഇവിടെ എക്സിന് എത്ര വന്നു? x = 3 y = -4. ഇതിനകത്തോ x = 2 y = -3. നാലാമത്തെ ചോദ്യം. എക്സ് നെഗറ്റീവ്, എക്സ് ന്യൂനസംഖ്യ, y പോസിറ്റീവ്, y അതിസംഖ്യ. ഇവിടെയും x + y -1 ആയിരിക്കണം. ആൻസർ -1. സോ വലിയ നമ്പർ നെഗറ്റീവ്, നെഗറ്റീവായിട്ട് വന്നിരിക്കുന്ന x ആണ്. x വലുതായിരിക്കണം, നെഗറ്റീവ് ആയിരിക്കണം. അപ്പം -3. അതിനേക്കാൾ ഒന്ന് കുറവുള്ളത് ഏതാ? +2 = 1. -4 + 3 = 1. 4നേക്കാൾ ഒന്ന് കുറവ് 3. അപ്പോൾ ഇവിടെ x -3 y 2. ഇവിടെയോ x -4 y 3. ക്ലിയർ ആയില്ലേ? ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ഇതാണ്. ടേബിൾ തന്നിട്ടുണ്ട്. എക്സും വൈയും ഇസഡും 3 നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ഇവിടെ 2 തരത്തിലാണ് സിംപ്ലിഫൈ ചെയ്യേണ്ടത്. ആദ്യം എക്സും വൈയും കൂടെ കൂട്ടുക, എന്നിട്ട് ആ ഉത്തരത്തിന്റെ കൂടെ ഇസഡ് കൂട്ടുക. ഇവിടെ അങ്ങനല്ല, വൈയും ഇസഡും കൂടെ കൂട്ടിയിട്ട് ആ ഉത്തരത്തിന്റെ കൂടെ എക്സ് കൂട്ടുക. അപ്പോൾ ഒന്നാമത്തെ എക്സാമ്പിൾ നമുക്ക് ആദ്യം ഇത് നോക്കാം. x + y, എക്സും വൈയും കൂടെ കൂട്ടുക. 2ഉം 4ഉം കൂടെ കൂട്ടുമ്പോൾ എന്ത് വന്നു? 6 ആണെന്ന് നമുക്കറിയാം. ആ 6ന്റെ കൂടെ ഞാനത് 6 എഴുതി, കൂടെ -5 ആഡ് ചെയ്യുക. 6 - 5, 6ൽ 5 പോയാൽ എന്താണ് ഉത്തരം? 1 ആണ് അല്ലെ? ഇനി ഇവിടെ നോക്കാം, വൈയും ഇസഡും കൂടെ കൂട്ടണം. അപ്പോൾ വൈയും ഇസഡും 4ഉം -5ഉം കൂടെ കൂട്ടുമ്പോൾ 4ഉം -5ഉം കൂടെ കൂട്ടുമ്പോൾ ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ് ആണ്. അപ്പം സബ്ട്രാക്ട് ആണ് ചെയ്യേണ്ടത്. 5ന്ന് 4 പോകുമ്പോൾ 1 കിട്ടും. ഇനി വലുതിന്റെ സൈൻ, വലുത് 5 ആയതുകൊണ്ട് അതിന്റെ സൈൻ -1 കിട്ടി. ഇനി അതിന്റെ കൂടെ എക്സ് കൂട്ടണമല്ലോ. എക്സ് എത്രയാണ്? 2. അപ്പൊ -1 + 2 എന്ന് പറയുമ്പോൾ എന്ത് വന്നു? ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ് ആണ്. സബ്ട്രാക്ട് ചെയ്യണം. 2ൽ നിന്ന് 1 പോകുമ്പോൾ 1. വലിയ നമ്പറിന്റെ സൈൻ, വലിയ നമ്പർ 2 ആയതുകൊണ്ട് അതിന്റെ സൈൻ പോസിറ്റീവ് ആണ്. ആൻസർ 1 തന്നെ. ക്ലിയർ ആയോ? രണ്ടാമത്തെ നമ്പേഴ്സ് നോക്കാം. 2 - 4 5. ആദ്യത്തെ 2 നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക. 2 - 4, ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ്. സബ്ട്രാക്ട് ചെയ്യണം. 4ൽ നിന്ന് 2 പോകണം, കുറയ്ക്കണം. 4ൽ നിന്ന് 2 പോകുമ്പോൾ 2. വലിയ നമ്പർ 4, അതിന്റെ ചിഹ്നം -2 എന്ന് വന്നല്ലോ. ഇനി അതിന്റെ കൂടെ മൂന്നാമത്തെ നമ്പറായി 5 ആഡ് ചെയ്യണം. അപ്പൊ -2 + 5, ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആണ്. സബ്ട്രാക്ട് ആണ് ചെയ്യേണ്ടത്. 5ൽ നിന്ന് 2 പോകുമ്പോൾ 2 കുറയ്ക്കുമ്പോൾ 3. വലിയ നമ്പർ 5, അതിന്റെ സൈൻ പോസിറ്റീവ്. അപ്പൊ 3 ആൻസർ. ഇനി ഇവിടെ വൈയും ഇസഡും കൂടെ കൂട്ടുക. -4ഉം 5ഉം കൂടെ കൂട്ടുക. ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവാ, കുറയ്ക്കണം. 5ൽ 4 പോയപ്പോൾ 1. വലിയ നമ്പർ 5, 5ന്റെ സൈൻ പോസിറ്റീവ് ആയതുകൊണ്ട് ആൻസർ പോസിറ്റീവ്. അതിന്റെ കൂടെ ഒന്നാമത്തെ നമ്പറായ 2 കൂട്ടണം. 1ഉം 2ഉം കൂടെ കൂട്ടുമ്പോൾ 3 അല്ലേ? ആൻസർ 3. ഇനി -2 4 -5, ആദ്യത്തെ 2ഉം കൂടെ കൂട്ടുമ്പോൾ -2 + 4. വിപരീത ചിഹ്നം ആകുമ്പോൾ കുറയ്ക്കണം. 4ൽ നിന്ന് 2 പോകുമ്പോൾ 2. വലുതിന്റെ ചിഹ്നം പോസിറ്റീവ് ആണ്. ആൻസർ പോസിറ്റീവ്. മൂന്നാമത്തതായിട്ട് കൂട്ടണം. അപ്പൊ -5. രണ്ടും വിപരീത ചിഹ്നമല്ലേ?
കുറയ്ക്കണം. 5ൽ നിന്ന് 2 പോകുമ്പോൾ 3. വലിയ സംഖ്യ 5. 5ന്റെ ചിഹ്നം മൈനസ് ആയതുകൊണ്ട് -3. ഇനി അവസാനത്തെ രണ്ടെണ്ണം തമ്മിൽ കൂട്ടണം. അപ്പം -4 -5 വിപരീത ചിഹ്നമാണ്. കുറയ്ക്കണം. 5 4 ആയപ്പോൾ 1. വലിയ സംഖ്യ 5. 5ന്റെ ചിഹ്നം മൈനസ്. അതിൻ്റെ കൂടെ -2 കൂടെ കൂട്ടണം. ഇപ്പൊ രണ്ടും നെഗറ്റീവായപ്പോൾ കൂട്ടുകൂടി നെഗറ്റീവ് സൈഡിലേക്ക് പോയി. ആൻസർ നെഗറ്റീവ്. ഈ 2 കോളത്തിലും സെയിം ആൻസേഴ്സ് കിട്ടണം. അതാണ് റൂള്. കാരണം ഇവിടെ അഡിഷൻ ആയതുകൊണ്ടാണ് അങ്ങനെ നടക്കുന്നത്. അടുത്ത 2 -4 -5. ആദ്യത്തെ 2 സംഖ്യകളുടെ കൂട്ടുക. 2 -4 വിപരീത ചിഹ്നമായതുകൊണ്ട് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം ഇട്ടു. അതിൻ്റെ കൂടെ -5 കൂടെ. ഇവിടെ രണ്ടും നെഗറ്റീവാണ്. അപ്പോൾ കൂട്ടിയിട്ട് നെഗറ്റീവ് ചിഹ്നം ഇടുക. അപ്പം -7. ഇനി രണ്ടാമത്തെ മൂന്നാമത്തെ തമ്മിൽ -4 -5 രണ്ടും നെഗറ്റീവാണ്. കൂട്ടുമ്പോൾ 9 നെഗറ്റീവ് ചിഹ്നം ഇടുക. അതിൻ്റെ കൂടെ ആദ്യത്തെ നമ്പറായ +2 കൂട്ടുക. വിപരീത ചിഹ്നമായിട്ട് കുറയ്ക്കണം. 9ൽ നിന്ന് 2 പോകുമ്പോൾ 7. വലിയ സംഖ്യ 9. അതിൻ്റെ ചിഹ്നം -7. കണ്ടല്ലോ. -2 4 5. ആദ്യത്തെ രണ്ടെണ്ണം തമ്മിൽ കൂട്ടുക. -2 + 4 വിപരീത ചിഹ്നമാണ്. കുറയ്ക്കുമ്പം 2 കിട്ടി. വലുത് 4 ആയതുകൊണ്ട് അതിൻ്റെ ചിഹ്നം പോസിറ്റീവാണ്. പിന്നെ അതിൻ്റെ കൂടെ 5 കൂടെ കൂട്ടുക. 2 5 7. ഇനി അവസാനത്തെ രണ്ടെണ്ണം തമ്മിൽ കൂട്ടുക. 5 4 9. 9 -2 7. ബാക്കിയുള്ള 3 ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ആൻസർ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. അടുത്ത പാട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം.